പുരുഷന്മാർ മിക്കവാറും എല്ലാ അധികാര സ്ഥാനങ്ങളും വഹിക്കുന്ന ഒരു രാജ്യത്ത് പാർലമെന്ററി സീറ്റുകളിൽ 5-1 താഴെ മാത്രമേ സ്ത്രീകൾ കൈവശം വെച്ചിട്ടുള്ളൂ. രാജ്യത്തെ മിക്കവാറും എല്ലാ വലിയ കോർപ്പറേഷനുകളും നിയന്ത്രിക്കുന്നത് പുരുഷന്മാരാണ്. പറഞ്ഞു വരുന്നത് ജപ്പാനിലെ കാര്യമാണ്. ജപ്പാനിലെ പുരുഷാധിപത്യ രാഷ്ട്രീയ രംഗത്ത് ചരിത്രപരമായ ഒരു നാഴികക്കല്ല് പിന്നിട്ടുകൊണ്ട് ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി സനെ തകായിച്ചി. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് യാഥാസ്ഥിതിക നേതാവായ 64 വയസ്സുള്ള തകായിച്ചി ഈ സ്ഥാനം അലങ്കരിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ്. അതിലും രസകരമായ കാര്യം അവർ ഒരു ഹെവി മെറ്റൽ ഡ്രമ്മറും മോട്ടോർ സൈക്ലിസ്റ്റുമാണ് എന്നതാണ്. പാർലമെന്ററി വോട്ടിൽ ഭൂരിപക്ഷം നേടിയ ശേഷം ജപ്പാനിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായ സനെ തകായിച്ചി ചരിത്രം സൃഷ്ടിച്ചു. യാഥാസ്ഥിതിക വീക്ഷണങ്ങൾക്ക് പേരുകേട്ട ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് തന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിനായി ജപ്പാൻ ഇന്നൊവേഷൻ പാർട്ടിയുമായി ഒരു സഖ്യം രൂപീകരിച്ചു. ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രി എന്ന നിലയിൽ സർക്കാരിലെ ലിംഗപരമായ വിടവ് കുറയ്ക്കുന്നതിനും സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുത്തുന്നതിനും തകായിച്ചി പ്രവർത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സത്സുകി കതയാമയെ ധനമന്ത്രിയായി നിയമിക്കാൻ തകായിച്ചി പദ്ധതിയിടുന്നുണ്ട് എന്നൊരു റിപ്പോർട്ടുമുണ്ട്. പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന ലോവർ ഹൌസിൽ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ജപ്പാന്റെ തലവനായ യോഷിഹിക്കോ നോഡ നേടിയ 149 വോട്ടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ തകായിച്ചി 237 വോട്ടുകൾ നേടി ഭൂരിപക്ഷത്തേക്കാൾ 4 വോട്ടുകൾ കൂടുതൽ. ചക്രവർത്തിയെ കണ്ടതിനു ശേഷം തകായിച്ചി ഔദ്യോഗികമായി അധികാരമേൽക്കും. ഇനി സനെ തകായിച്ചി യഥാർത്ഥത്തിൽ ആരാണ്? അവരുടെ വിജയം ജപ്പാന് എന്താണ് അർത്ഥമാക്കുന്നത് പരിശോധിക്കാം. ജാപ്പനീസ് രാഷ്ട്രീയത്തിലേക്കുള്ള സനെ തകായിച്ചിയുടെ യാത്ര തികച്ചും സാധാരണമായിരുന്നു എന്ന് പറയാം. ഒരു വിദ്യാർത്ഥിയായിരിക്കെ തന്നെ തകായിച്ചി ഹെവി മെറ്റൽ ബാൻഡിൽ ഡ്രംസ് വായിക്കുകയും മോട്ടോർ സൈക്കിളുകൾ ഓടിക്കുകയും ചെയ്തിരുന്നു. 1993 സ്വന്തം നാടായ നാരയിൽ നിന്ന് തകായിച്ചി ആദ്യമായി ജപ്പാന്റെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം സാമ്പത്തിക സുരക്ഷ, ആഭ്യന്തര കാര്യങ്ങൾ, ലിംഗസമത്വം എന്നീ മന്ത്രിസ്ഥാനങ്ങൾ ഉൾപ്പെടെ പ്രധാന പാർട്ടി സർക്കാർ സ്വാധീനമുള്ള സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഭരണകക്ഷിയായ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രക്ഷുബ്ധമായ ഒരു നിമിഷത്തിലാണ് അവരിപ്പോൾ അധികാരത്തിലെത്തുന്നത്. കുതിച്ചുയർന്ന പണപ്പെരുപ്പം, നാശനഷ്ടമുണ്ടാക്കുന്ന സ്ലഷ് ഫണ്ട് അഴിമതി, കുടിയേറ്റ വിരുദ്ധ സാൻസിറ്റോ പാർട്ടി പോലുള്ള തീവ്ര വലതുപക്ഷ എതിരാളികളുടെ ഉയർച്ച എന്നിവയാൽ കൺസർവേറ്റീവ് പാർട്ടി യുവ വോട്ടർമാരുമായി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ദിവസം മുതൽ തന്നെ തകായിച്ചിക്ക് ധാരാളം ജോലികളുണ്ട്. ഒരു ഹണിമൂൺ പീരീഡ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. സാമ്പത്തിക രംഗമാണ് അജണ്ടയിൽ ഒന്നാമതായിരിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. വർഷങ്ങളായി ജപ്പാൻ പണപ്പെരുപ്പത്താൽ വലയുകയും നിലവിൽ വിലക്കയറ്റത്തിന്റെ പിടിയിലുമാണ്. ഇത്തരമൊരു സാഹചര്യം പൊതുജന രോഷത്തിന് കാരണമായിട്ടുണ്ട്. ഇത് രാജ്യത്തെ തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് പിന്തുണ വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. പൊതുജനങ്ങൾക്കും വ്യവസായത്തിനും തകായിച്ചിയിൽ നിന്ന് വലിയ പ്രതീക്ഷകളുണ്ട്. തകായിച്ചി പ്രധാനമന്ത്രിയായ സ്ഥാനം ഏൽക്കുമെന്ന പ്രതീക്ഷയിൽ ജപ്പാന്റെ ഓഹരി വിപണികൾ ഉയർന്നിരുന്നു. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ അവർ കൂടുതൽ ശ്രമിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. ധനമന്ത്രിയായ കതയാമയെ പ്രതീക്ഷിക്കുന്ന നിയമനം തകായിച്ചിയുടെ സാമ്പത്തിക അജണ്ടയുടെ ഭാഗമാണ്. നിലവിൽ അവർ LDPയുടെ ധനകാര്യ ബാങ്കിംഗ് സംവിധാനങ്ങളെക്കുറിച്ചുള്ള ഗവേഷണ കമ്മീഷന്റെ അധ്യക്ഷയാണ്. കൂടാതെ സാമ്പത്തിക ശാസ്ത്രത്തിലും ധനകാര്യത്തിലും ശക്തമായ പശ്ചാത്തലവുമുണ്ട്. തകായിച്ചിയെ കാത്തിരിക്കുന്ന മറ്റൊരു വെല്ലുവിളി ജപ്പാന്റെ ജനസംഖ്യാശാസ്ത്രം കുറയുന്നതാണ്. വർഷങ്ങളായി ജപ്പാനിലെ ജനസംഖ്യ ചുരുങ്ങുകയും വേഗത്തിൽ പ്രായമാവുകയും ചെയ്യുന്നു. ഇത് തൊഴിലാളി ക്ഷാമത്തിലേക്ക് നയിക്കുകയും രാജ്യത്തിന്റെ സാധ്യതയുള്ള സാമ്പത്തിക വളർച്ചയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ജീവനക്കാർക്ക് ശിശു സംരക്ഷണ സൗകര്യങ്ങൾ നൽകുന്ന കമ്പനികൾക്ക് നികുതി ആനുകൂല്യങ്ങൾ നൽകുന്നതിനും കുട്ടികളുടെ സംരക്ഷണത്തിനുമായുള്ള കുടുംബ ചെലവുകൾക്ക് നികുതി ഇളവുകൾ നൽകുന്നതിനും തകായിച്ചി അനുകൂലമാണെന്ന് പറഞ്ഞു. വിദേശ നയമാണ് അവരെ കാത്തിരിക്കുന്ന മറ്റൊരു പ്രശ്നം. ജപ്പാനോടുള്ള പ്രതിബദ്ധതയിൽ മുൻപ് തെറ്റിദ്ധരിച്ച ചഞ്ചല സ്വഭാവമുള്ള ഡൊണാൾഡ് ട്രംപുമായുള്ള ബന്ധം തകായിച്ചിക്ക് പരിഹരിക്കേണ്ടി വരും. മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന നിശ്ചയദാർഢ്യത്തെയും അവർ നേരിടേണ്ടി വരും. കൂടാതെ ബീജിംഗിന്റെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെ ചെറുക്കുന്നതിന് മറ്റു രാജ്യങ്ങളുമായി കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കേണ്ടി വരും. ജാപ്പനീസ് പാർലമെന്റ് തകായിച്ചിയെ പ്രധാനമന്ത്രിയായി നിയമിച്ചതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരെ അഭിനന്ദിച്ചു. എക്സിലെ ഒരു പോസ്റ്റിൽ മോദി തകായിച്ചിയെ അഭിനന്ദിക്കുകയും അവരോടൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുകയും ചെയ്തു. ഇന്ത്യയും ജപ്പാനും അടുത്ത സാമ്പത്തിക പ്രതിരോധ പങ്കാളികളാണ്. ഇന്ത്യയിൽ ജപ്പാൻ ഒരു പ്രധാന വികസന പങ്കാളിയാണ്. കൂടാതെ നിരവധി അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ഭാഗവുമാണ്. ഇൻഡോ പസഫിക്കിൽ സ്വതന്ത്രവും തുറന്നതുമായ മേഖലയ്ക്കുള്ള പ്രതിബദ്ധതയുടെയും ചൈനയുടെ ആധിപത്യ രൂപകൽപ്പനകൾ പരിശോധിക്കുന്നതിന്റെയും ഭാഗമായി ഇരു രാജ്യങ്ങളും ദ്വിപക്ഷീയമായും ക്വാഡ് പോലുള്ള ബഹുമുഖ ഫോറങ്ങളിലും അടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്.